കുട്ടികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2024-25 പ്ലസ് ടു മാത്തമാറ്റിക്സ് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം എത്രത്തോളം പ്ലസ് 1 ഇത്തിരി ടഫായിരുന്നു. പക്ഷേ പ്ലസ് ടുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാൻ കുറേ ഉണ്ടെങ്കിലും ഏകദേശം 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിലും നമുക്ക് പഠിച്ചെടുക്കാൻ രസകരമായിട്ടുള്ളതാണ്. ഈ രസകരം എന്ന് ഉദ്ദേശിച്ചത് ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. പ്ലസ് 1 അങ്ങനെയല്ലായിരുന്നു. നമുക്ക് കുറേ ചാപ്റ്റേഴ്സുകൾ ഡിഫറൻ്റായിട്ട് പഠിക്കുന്നു. ഒരെണ്ണം പഠിച്ച് നിർത്തുമ്പോൾ നമ്മൾ വേറെണ്ണം തുടങ്ങുമ്പോഴത്തേക്ക് വേറെ രീതിയായി പോവും. അപ്പോൾ ആദ്യമായിട്ട് അങ്ങോട്ട് തുടങ്ങുന്ന ഒരാൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു. പ്രത്യേകിച്ച് പുതിയ ചോദ്യങ്ങൾ വന്നപ്പോൾ പ്രശ്നമായി. പക്ഷേ പ്ലസ് ടുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വന്ന പബ്ലിക് എക്സാം നോക്കിയാലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു, ചെയ്യാൻ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ചെറിയ ചോദ്യം ചെയ്ത് പഠിച്ച് സന്തോഷിക്കാതെ വലിയ ചോദ്യങ്ങളുണ്ടെങ്കിൽ അവനെ കംപ്ലീറ്റ് ചെയ്യാൻ പഠിക്കണം. അവനെ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടെങ്കിലേ പ്ലസ് ടുവിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. പ്ലസ് ടുവിൽ ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പ്ലസ് ടുവിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നിടത്തോളം പഠിക്കുക എന്നുള്ളതാണ് കാര്യം. ഏറ്റവും മാക്സിമം കണ്ടൻറ്റുകൾ തലയിൽ കയറണം. കാരണം നമുക്ക് പ്ലസ് ടുവിലെ ബേസ് ചെയ്തുകൊണ്ടുള്ള പല കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് നല്ലൊരു കോഴ്സിന് വേണ്ട എൻട്രൻസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു സ്കൂൾ ബേസിൽ നമുക്ക് അല്ലെങ്കിൽ എക്സാമിന് വരുന്ന അത്രയും രീതി കൊണ്ട് മാത്രം പഠിക്കാതെ ഇത്തിലൂടെ ഒന്ന് ഹയർ ലെവലിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർഷം കൊണ്ട് വളരെ വർഷങ്ങളിൽ സന്തോഷിക്കാനുള്ള വക കിട്ടുള്ളൂ മക്കളെ. ഇല്ലെങ്കിൽ നമ്മളെല്ലാം പെട്ടുപോകും. നമ്മുടെ ഈ ചെറുപ്രായത്തിൽ അത്രയൊന്നും ചിന്തിക്കാൻ തോന്നത്തില്ല. ഒന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഉച്ചയാവും. ഉച്ചയായി കഴിഞ്ഞാൽ പിന്നെ അവധിയുള്ള ദിവസങ്ങളാണ്. പിന്നെ നമുക്ക് ഉച്ച ശേഷമേ ഉള്ളൂ. പിന്നെ ചൂടായി അല്ലെങ്കിൽ പഠിത്തം. ഇങ്ങനെ നമ്മൾ ഒരു ദിവസത്തിനെ നമ്മൾ ഒന്നും ചെയ്യാതെ കളയാൻ ശ്രമിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ അതിൽ നിന്നും പുറത്ത് വന്ന് ഏറ്റവും നേരത്തെ മാക്സിമം നേരത്തെ എഴുന്നേറ്റാൽ പല കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കംപ്ലീഷൻ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൂടെ നല്ല കോഴ്സ്, നല്ലൊരു ജോലി, ഉയർന്ന ശമ്പളം, നല്ലൊരു കമ്പനി അല്ലെങ്കിൽ എവിടെയെങ്കിലും അങ്ങനെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലസ് ടുവിൻ്റെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്. നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ അടിപൊളിയായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് തരും. അതിനകത്ത് ട്രിക്സുകളും എല്ലാം തന്നായിരിക്കും നമ്മൾ പോകുന്നത്. ഏറ്റവും ഷോർട്ട് കട്ട്സുകൾ എങ്ങനെ അതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. രണ്ടാമത് ഈ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം നോട്ട്സുകൾ കൃത്യമായിട്ട് തരും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ബുക്കിലെറ്റ്, ഫുൾ ഫോർമുലാസ് അടങ്ങുന്ന ഇക്വേഷൻ ബുക്കിലെറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലെത്തും. നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാൻ വയ്യാത്തുണ്ടെങ്കിൽ നമ്മൾക്ക് ചോദിക്കുക. അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. ലാസ്റ്റ് ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പാക്കേജ് നിങ്ങൾക്ക് കിട്ടും. ക്വസ്റ്റ്യൻ പാക്കേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ബിക്കോസ് നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം എക്സാമിന് അടുത്തെത്തുമ്പോൾ ഏത് ചാപ്റ്ററാണ് ആദ്യം പഠിക്കേണ്ടത്, രണ്ടാമത്, മൂന്നാമത്, അത് ഏതൊക്കെ ബേസ് ചെയ്താൽ നമ്മുടെ ബുദ്ധിമുട്ടിനെ നോക്കണം, നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജിനെ നോക്കണം. ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്ന് നമ്മളായിട്ടൊരു ഓർഡറാക്കി നിങ്ങളുടെ മുന്നിലേക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും ഏത് ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങളായിട്ട് അത് കണ്ടെത്തേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഓരോ ചാപ്റ്ററിൽ നിന്നും എവിടെ നിന്നാണ് നമ്മുടെ 6 മാർക്സ് 4 മാർക്സ് എന്നുള്ളത് കൃത്യമായിട്ട് പറയും. അവിടെ നിന്ന് ഏതാണ് ആദ്യം പഠിക്കേണ്ടതെന്നും പറയും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളങ്ങോട്ട് ഇരുന്നാൽ മതി. പഠിക്കുന്ന കാര്യം എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് തരും. ആ ക്വസ്റ്റ്യൻ പാക്കേജിൽ ക്വസ്റ്റ്യനും ഉണ്ടാവും, ആൻസറും ഉണ്ടാവും. ഓക്കെ. അത് ഓരോ വർഷങ്ങളിലും നമ്മളതിനെ മാറ്റി ആ ട്രെൻഡിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറുകൾ തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലാസ്സാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് ആകെയുള്ള 1 ഇയർ ഫീസ് എന്ന് പറഞ്ഞാൽ ഇത്രമേ ഉള്ളൂ. ഓക്കെ. ഇത്രമേ ഉള്ളൂ ടോട്ടൽ, വേറെ ഒന്നുമേ ഇല്ല. ഇതുകൊണ്ട് എല്ലാം കിട്ടും. നമുക്ക് ഇതും കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മുടെ CBSE സിലബസിലുള്ള ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കാനുള്ളത്. ആകെ 13 ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് ടെക്സ്റ്റിൽ 6, സെക്കൻഡ് ടെക്സ്റ്റിൽ 7, അങ്ങനെ 13 ചാപ്റ്റേഴ്സാണ്. എല്ലാത്തിനെയും മനസ്സിലാക്കി അടിപൊളിയായിട്ട് പഠിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ ഇമ്മിണി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഏറ്റവും വലിയൊരു കോഴ്സാണ് പഠിക്കുന്നത്. ഒരു സ്കൂളിലെ ഏറ്റവും ഹയർ കോഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ എൻട്രൻസ് ക്ലാസ് നമ്മുടെ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. എല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാത്സിനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543
കോൾ ചെയ്തോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. നമ്മൾ അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. 2 ബാച്ച് 3 ബാച്ച് ഉണ്ടാവും. നമ്മളുടെ ഫസ്റ്റ് ബാച്ച് അങ്ങോട്ട് തുടങ്ങുകയാണ് 2 ദിവസത്തിനുള്ളിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ പഴയ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടോ നോക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടേ ജോയിൻ ചെയ്യാവുള്ളൂ. അതിപ്പോൾ എൻ്റെ അടുത്താണേലും വെളിയിലാണേലും. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ എവിടെയെങ്കിലും കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പഠിച്ച് തീരുമ്പോഴത്തേക്ക് ക്ലിയറായിട്ട് മനസ്സിലാകത്തുള്ളൂ, ബോധ്യപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് എന്നുള്ളതല്ല ഉദ്ദേശം, മാക്സിമം കണ്ടൻറ്റുകളെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ പ്രഭാഷണം നിർത്തുകയാണ്. ഇനി ക്ലാസ്സുകളൊക്കെ നമ്മൾ സാമ്പിളായിട്ട് വന്നുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റും. പഴയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.